സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. ഗരുഡ പഞ്ചമി ഭാഗം 6. അടിമപ്പെടുത്തേണ്ട മൂർത്തിയെയോ രക്ഷസിനെയോ അതിന് നിയോഗിക്കപ്പെടുന്ന ആൾ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് അപകടത്തിലേക്ക് നടന്നു ചെല്ലുക എന്നാണ് അർത്ഥം. അറിയാമെങ്കിലും രുദ്രൻ നമ്പൂതിരി ഒരുങ്ങിയത് അതിന് തന്നെയാണ്. കുഞ്ഞനാച്ചൻ ഒരു പാവമാണെന്നറിയാം. അയാളുടെ കുടുംബാംഗങ്ങളും അങ്ങനെ തന്നെ. പക്ഷേ ആ പാവം കുടുംബത്തിനെ വഴിതെറ്റിക്കാൻ കരയാച്ചനെ പോലെ ഒരൊറ്റ ചേട്ടൻ മതിയല്ലോ. ഏറ്റെടുത്ത ദൗത്യം അതിന്റെ എല്ലാ അന്തസ്സോടും അഭിമാനത്തോടും ചെയ്തു തീർക്കാമെന്നുറപ്പുണ്ട്. ഒരു ബ്രഹ്മരക്ഷസിനെ തളയ്ക്കുക മലമറിക്കുന്ന പണിയൊന്നുമല്ല. ഇതിനു മുൻപും എത്രയോ പേരുടെ രക്ഷയ്ക്ക് താൻ എത്തിയിരിക്കുന്നു. മാധവന്റെ ആഗമനമാണെല്ലാം താറുമാറാക്കിയത്. ശക്തനായ ഒരു പ്രതിയോഗി തടസ്സപ്പെടുത്താനുള്ളപ്പോൾ താൻ ചെയ്യുന്ന കർമ്മങ്ങൾ വൃഥാവിലാവുകയുള്ളൂ. അത് കുഞ്ഞനാച്ചനെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തതാണ്. എന്നിട്ടും ഇപ്പോഴെന്താണ് അയാൾക്കൊരു മനംമാറ്റം? സംശയിക്കാനില്ല, കറിയാച്ചന്റെ വാഗ്ചാതുരി തന്നെ. പക്ഷെ ഇനി കറിയാച്ചൻ അടങ്ങുക തന്നെ ചെയ്യും. നിലവിളക്ക് കൊളുത്തി കാലും മുഖവും കഴുകി വരാമെന്ന് കരുതി പുറത്തേക്കിറങ്ങിയപ്പോഴാണ് ഒരു രംഗം രുദ്രന്റെ കണ്ണിൽപ്പെട്ടത്. ലാലിയുടെ അനുജത്തി പെണ്ണ് കുളിക്കാൻ തോട്ടിലേക്ക് പോകുന്നു. കുറെ അകലെയാണ് തോട്. സന്ധ്യയ്ക്ക് മുമ്പേ തിരിച്ചെത്താൻ വളരെ ധൃതിയിലാണ് അവളുടെ യാത്ര. ലാലിയെപ്പോലെയല്ല, ഇവളെന്ന് നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. കുറച്ചുകൂടി അടക്കവും ഒതുക്കവുമുണ്ട്. പക്ഷേ ശരീരഭംഗി ഇവൾക്കാണ് കൂടുതൽ താനും. കുഞ്ഞനാച്ചന്റെ കുടുംബാംഗങ്ങളെല്ലാം വീടിനുള്ളിലാണ്. ലില്ലി മാത്രമാണ് തോട്ടിലേക്ക് പോകുന്നത്. അവരെ ആദ്യമായി കണ്ടനാൾ തുടങ്ങിയുള്ള മോഹമാണത്. ഒന്നേ സാധിച്ചുള്ളൂ, ഇനിയൊന്നു ബാക്കിയാണ്. കറിയാച്ചൻ വരാൻ ഒരു മണിക്കൂറോളം ഉണ്ടെന്നിരിക്കെ ലില്ലിയെ ഒന്ന് അനുധാവനം ചെയ്താലോ? പെട്ടെന്നാണ് തോന്നലുണ്ടായത്. തോട്ടരികിൽ വരെ പോയി വരാൻ അരനാഴികയെ വേണ്ടൂ. മുന്നോട്ട് 3-4 ചൂടുകൾ വെച്ചതുമാണ്. പൊടുന്നനെ എന്തോ ആലോചിച്ച് രുദ്രൻ തിരുമേനി മുറിയിലേക്ക് തന്നെ മടങ്ങി. താനല്ലെങ്കിൽ എന്തിനാണ് പുറത്തേക്ക് പോകുന്നത്? അവളെ തന്റെ അടുത്തേക്ക് കൊണ്ടുവന്നാലും പോരെ? കാര്യമായൊന്ന് ഭയപ്പെടുത്തിയാൽ അവളുടെ അപ്പൻ കറിയാൻ പോലും തന്റെ പിന്നാലെ വരും. ആദ്യം മകളാകട്ടെ, പിന്നാലെ അപ്പനും. രുദ്രൻ നമ്പൂതിരി പൂജാമുറിയിലേക്ക് കയറി. ഒരു ഞൊടിയുടെ ഇഷ്ടമൂർത്തി സങ്കല്പം, പിന്നെ പ്രീണന മന്ത്രം ഇഷ്ടമൂർത്തിയെ പ്രീണിപ്പിച്ച് നമസ്കരിച്ച് കർമാനുഷ്ഠാന ധ്യാന ശ്ലോകം ചൊല്ലാൻ തുടങ്ങി. 1008 വട്ടം ആവർത്തിച്ച് ചൊല്ലേണ്ട മന്ത്രമാണ്. ഇപ്പോഴത് കോടിക്കണക്കിന് ചൊല്ലി അവസാനിപ്പിച്ചിട്ടുണ്ടെന്നിരിക്കെ വെറും 108 ആവർത്തി ജപിച്ചാൽ മതിയാകും. മന്ത്രം പൂർത്തിയാക്കി 7 പൂവ് ആരാധിച്ചു തൊഴുതു. നിലവിളക്കിന് മുന്നിൽ സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ച് വീണ്ടും ആവണിപ്പലകയിൽ ഉപവിഷ്ടനായി. തിടുക്കത്തിൽ വെറ്റിലയിൽ പനിനീര് ചേർത്ത ജലം തളിച്ച് ശുദ്ധിയാക്കി തോട്ടിൻകടവ് പ്രത്യക്ഷപ്പെടാൻ മനസ്സിൽ സങ്കല്പിച്ചു. സന്ധ്യയുടെ പൊന്നൊരുകിയെഴുത്തുന്ന തോട്ടിൽ കരയിലെ ആറ്റുവഞ്ചി ചുവട്ടിൽ ലില്ലി കുളിക്കുന്നത് ഒരുക്കത്തിലായിരുന്നു. അപ്പോൾ കടവ് വിജനമാണ്. ഈ നേരമാവുമ്പോഴേക്കും മിക്കവരും കുളി കഴിഞ്ഞ് പൊയ്ക്കഴിഞ്ഞിരിക്കും. ആറ്റുവഞ്ചിയുടെ ശിഖരങ്ങൾ കടവിന് മുകളിൽ ഒരു പച്ചിലപ്പന്തല് പോലെ പടർന്നിറങ്ങി കിടക്കുകയാണ്. ഒരു കുളിമുറിയുടെ സുരക്ഷിതത്വം തോന്നിക്കും. ആറ്റുവഞ്ചി ചുവടിനപ്പുറം കുറ്റിക്കാടുകൾ. തോട്ടിൽ ഇരുട്ടലിയാൻ തുടങ്ങും മുമ്പ് കടവിരുളും. ആ ഇരുട്ടാണ് കുളിക്കാനെത്തുന്നവർക്ക് ആവശ്യം. സുരക്ഷിതത്വ ബോധത്തോടെ നിന്ന് കുളിക്കാം. ലില്ലി വസ്ത്രങ്ങൾ ഓരോന്നോരോന്നായി അഴിച്ചു വെച്ചു. ഒരു കച്ചത്തോർത്തു മാത്രം അരയിൽ ബന്ധിച്ച് ജലത്തിലേക്ക് ഇറങ്ങി. പവൻ കലങ്ങിയ വെള്ളത്തിൽ ഒരു വലിയ സ്വർണ പ്രതിമ പോലെ അവൾ. രുദ്രൻ നമ്പൂതിരിയുടെ കണ്ണുകൾ തിളങ്ങി. ഇവളായിരുന്നു ആദ്യം തന്റെ മുറിയിലെത്തേണ്ടിയിരുന്നത്. ആ, സാരമില്ല, ഇവളുടെ സമയം ഇതാ ഇപ്പോഴാണെന്ന് ധരിച്ചാൽ മതിയല്ലോ. തിരുമേനി ചെമ്പരത്തി പൂക്കൾക്കിടയിൽ നിന്ന് ഒരു കരിമുട്ട് തപ്പിയെടുത്തു. വലത് മുഷ്ടിയിൽ ഒളിപ്പിച്ച് ചെമ്പരത്തിപ്പൊട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ധ്യാനിച്ചു. പിന്നെ വിരലുകൾ തുറക്കാതെ തന്നെ മുഷ്ടി മുഖത്തോടടുപ്പിച്ച് 3 വട്ടം മൂതി. നേരത്തൊരു പുഞ്ചിരിയോടെ പൂജാമുറിയുടെ പിന്നിലെ ജാലകത്തിനിടയിലൂടെ ആ കരിമുട്ട് പുറത്തേക്ക്, അകലേക്ക് ആകാവുന്നിടത്തോളം ആയമെടുത്തെറിഞ്ഞു. തിരുമേനി വീണ്ടും നിലവിളക്കിന് മുന്നിൽ ആവണിപ്പലകയ്ക്ക് മുന്നിൽ വശിമേറ്റിലെയും നോക്കി ഇരിപ്പായി. കൗതുകകരമായ എന്തോ രംഗം കാണാനുള്ള ആഗ്രഹത്തോടെ. ലില്ലി പരൽമീൻ പോലെ ജലത്തിൽ നീന്തി. പണ്ടെന്നോ കൊച്ചുനാളിൽ നീന്തിക്കളിച്ച തോടാണിത്. എന്നും എത്ര ആഹ്ലാദകരമായ അനുഭവമായിരുന്നു വന്നത്. ഇവിടേക്ക് 2 ആഴ്ചക്കാലത്തെ താമസത്തിന് വരുന്നെന്ന് പറഞ്ഞപ്പോൾ അവളുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞത് ഈ തോടാണ്. കുഞ്ഞനാച്ചന്റെ വീട്ടിലെത്തിയതിന്റെ 3-ാം മണിക്കൂറിൽ ലില്ലി ഓടിയെത്തിയതും തോട്ടിൻകരയിലേക്കായിരുന്നു. ഇന്ന് അധിക നേരം നീന്തി തുടിക്കാൻ സമയമില്ല. വെയിൽ മങ്ങിക്കഴിഞ്ഞു. ഇനി എളുപ്പം ഇരുട്ട് പെയ്തു തുടങ്ങും. അതിനു മുമ്പ് വീട്ടിലെത്തണം. പടവിലേക്ക് കയറി. അപ്പോഴാണ് അവൾ ശ്രദ്ധിപ്പോയത്. ഈറൻ മാറ്റാൻ വെച്ചിരുന്ന വസ്ത്രങ്ങൾ എവിടെ?
വസ്ത്രങ്ങൾ അഴിച്ചുവെച്ചിരുന്ന കല്ലിൽ യാതൊന്നും അവശേഷിക്കുന്നില്ല. വിളറി വിരണ്ടുപോയ ലില്ലി പരീക്ഷണയായി ചുറ്റും നോക്കി. കൈപ്പടം കൊണ്ട് മറച്ചു പിടിച്ചു. ആരെങ്കിലും കുസൃതി ഒപ്പിക്കാൻ വസ്ത്രങ്ങൾ എടുത്ത് മാറ്റിയതാണെന്നേ അവൾക്ക് തോന്നിയുള്ളൂ. നാണക്കേടോർത്ത് വീണ്ടും അവൾ തോട്ടിലേക്ക് ഇറങ്ങി. അരയോളം വെള്ളത്തിലിറങ്ങി നിന്ന് തോർത്തു പറിച്ച് തല ചുവർത്തി. തലയിൽ വെള്ളം താണ് പനിയുണ്ടാകരുതല്ലോ. അപ്പോഴും കണ്ണുകൾ കുറ്റിക്കാടുകളിൽ പരതുന്നുണ്ടായിരുന്നു. ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടോ? അവൾ അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചത്. ഏതോ കുസൃതി പിള്ളേരുടെ, അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഇത്തിരി ക്രൂരമായ വിനോദമാണിത്. ജലത്തിൽ നിൽക്കുകയായിരുന്ന ലില്ലി ഒന്ന് പുളഞ്ഞത് പെട്ടെന്നാണ്. ആരോ അവളുടെ ഉഴുതൂർത്ത് വഴിച്ചൊഴിക്കുന്നത് പോലൊരു തോന്നൽ. അത് തോന്നലായിരുന്നില്ല. സംശയം കൊണ്ട് പരീക്ഷിച്ചു നോക്കിയപ്പോൾ സത്യം. അരയിൽ തോർത്തില്ല. തണുത്ത ജലത്തിൽ നിന്നിട്ടും ലില്ലിയെ വിയർത്തു. ചുറ്റും പരതി നോക്കി. ഇല്ല, ആ വസ്ത്രം അവിടെയെങ്ങുമില്ല. അവൾ നടുങ്ങി, വിളറി വിരണ്ടു. കരയിലേക്ക് എങ്ങനെ കയറും? പുറത്ത് രാവിന്റെ ആഗമനം. കുറച്ചുനേരം ലില്ലി നിന്നു. വസ്ത്രങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയതാണെങ്കിൽ തന്റെ അവസ്ഥയിൽ മനസ്സലിഞ്ഞ് തിരിച്ചു തരും. പക്ഷേ നിമിഷങ്ങൾ അനേകം കഴിഞ്ഞു പോയിട്ടും അങ്ങനെയൊരു ലക്ഷണം കാണാനില്ല. ഇനി എന്തു ചെയ്യും? കാണെ പ്രപഞ്ചം ഇരുട്ടുകൊണ്ട് മൂടുകയാണ്. വീട്ടിലെത്താനുള്ള സമയം വൈകി. ആരെങ്കിലും തിരഞ്ഞു വന്നാലും കരയിലേക്ക് കയറുന്നതെങ്ങനെ? വീട്ടിലേക്കുള്ള ഒറ്റയടി പാതയിൽ ജനസഞ്ചാരമില്ലെങ്കിലും നഗ്നയായി നടന്നു പോകുന്നതെങ്ങനെ? ആലോചിച്ചപ്പോൾ തലകറങ്ങുന്നതായി അവൾക്ക് തോന്നി. അരഭാഗം വെള്ളത്തിൽ നിൽക്കുന്ന ലില്ലിയുടെ ശരീരം കണ്ടപ്പോൾ രുദ്രൻ നമ്പൂതിരിക്ക് കൊതി തോന്നി. എത്രയും വേഗം ആ സാന്നിധ്യം തനിക്ക് അനുഭവിപ്പിക്കണം. ഇനി ഒട്ടും വൈകേണ്ടതില്ല. തിരുമേനിയുടെ മനസ്സിൽ മറ്റൊരു മന്ത്രത്തിന്റെ ശീലുകൾ ഉണർന്നു. ഏതോ ഒരു മുരൾച്ച കേട്ട് ലില്ലി ആറ്റുവഞ്ചി ചൂട്ടിലേക്ക് നോക്കി. ആ നിമിഷം ഒരാർത്തനാദം അവളുടെ തൊണ്ടയിൽ നിന്ന് ഉയർന്നു പൊങ്ങി. അതോടെ സ്വബോധം നഷ്ടപ്പെട്ട ലില്ലി വെള്ളത്തിലേക്ക് കുഴഞ്ഞു വീഴുകയും ചെയ്തു. മാധവൻ നമ്പൂതിരി എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരുന്നത്. രുദ്രൻ നമ്പൂതിരിയെയും അയാളുടെ ചെയ്തികളെയും തൊട്ടു മുന്നിലെന്നോണം മാധവൻ വെറ്റിലയിൽ കാണുന്നുണ്ടായിരുന്നു. ലില്ലിയെ പ്രാപിക്കാനുള്ള അയാളുടെ ഇംഗിതം മാധവൻ തിരിച്ചറിഞ്ഞു. ഇത്തവണ രുദ്ര തന്നെ ഞാൻ പൂട്ടും. മാധവൻ സ്വയം മന്ത്രിച്ചു. പുഞ്ചിരിക്കുകയും ചെയ്തു. വരട്ടെ, കാണട്ടെ. അയാൾ വെറ്റിലയിലേക്ക് ഉറ്റുനോക്കിയിരുന്നു. പൂജ തുടങ്ങേണ്ട സമയമാവുകയാണ്. കുറച്ച് വൈകിയായാലും വേണ്ടിയില്ല. രുദ്രന്റെ നീക്കം അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ലില്ലി വെള്ളത്തിൽ കുഴഞ്ഞു വീഴുന്നതും അതുവഴി യാദൃശ്ചികമായി വന്ന ആരോ അവളെ കരയിൽ കയറ്റിക്കിടത്തിയതും കുഞ്ഞനാച്ചനും പാപ്പച്ചനുമൊക്കെ ഓടി വരുന്നതുമൊക്കെ അങ്ങനെ കണ്ടതാണ്. ലില്ലിയെയും പൂജാമുറിയിലേക്ക് അയഞ്ഞിക്കപ്പെടുന്നു. ഒരു സ്പന്ദനം മാത്രമായി ജീവന്റെ തുടിപ്പുകൾ അവശേഷിച്ച അവളെ മുറിക്കുള്ളിലാക്കി രുദ്രൻ കതകുകൾ ബന്ധിച്ചു. മുറിക്കുള്ളിലെ രംഗവും മാധവന്റെ മശുവെറ്റിലയിൽ തെളിയുകയായി. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. മാധവൻ നമ്പൂതിരിയുടെ മിഴികളിൽ ഒരു നിമിഷം അത്ഭുതത്തിന്റെയും അസഹ്യതയുടെയും നിഴൽപ്പാടുകൾ മാറി മാറി നിഴൽ വിരിച്ചു. അയാൾ മശുവെറ്റിലയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. രുദ്രൻ എന്തിനുള്ള ഭാവമാണിത്? ഇയാൾ ഉദ്ദേശത്തിലും അധികം നീചനാണല്ലോ. ബ്രഹ്മചര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മാത്രം കർമ്മം ചെയ്യേണ്ട മാന്ത്രികൻ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ബലാത്കാരത്തിനൊരുങ്ങുന്നത്. ആദ്യം ചേട്ടത്തി, പിന്നെ അനുജത്തിയും. ഇയാളൊരു മനുഷ്യനാണോ? കുഞ്ഞേനച്ഛന്റെ ജ്യേഷ്ഠനോടുള്ള പക ഒന്നും അറിയാത്ത പെൺകുട്ടികളാണോ തീർക്കേണ്ടത്? വാടിയ താമരത്തണ്ട് പോലെ തളർന്നു കിടക്കുന്ന ലില്ലിയുടെ ശരീരത്തിലേക്ക് ആവേശത്തോടെ പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രുദ്രൻ. ആ നിമിഷം അയാൾ കറിയാച്ചനെ മറന്നു. ഇപ്പോൾ മുന്നിൽ ഇവൾ മാത്രം. മനസ്സിൽ ഏക ചിന്ത മാത്രം. പൂജാമുറിയുടെ വാതിലുകളെല്ലാം അടഞ്ഞുകിടന്നിരുന്നു. മുൻകൂട്ടി രുദ്രൻ എല്ലാം ഭദ്രമാക്കിയിരുന്നു. അടഞ്ഞുകിടന്ന വാതിലിന് മുന്നിൽ കുഞ്ഞനാച്ചനും കുടുംബവും. രണ്ടാമത്തെ അപകടമാണിത്. ചേട്ടന്റെ 2 മക്കളെയും ദുരന്തം പിടികൂടിയിരിക്കുന്നു. ഇതെന്തിന്റെ ലക്ഷണമാണ്? തീർച്ചയായും തന്നെ പിടികൂടിയിരിക്കുന്ന അപകടം തീർത്തും ഒഴിഞ്ഞില്ലെന്നേയല്ലേ ഇത്തരം ദുസ്സൂചനകൾ കൊണ്ട് മനസ്സിലാക്കേണ്ടത്? മുറിയുടെ വാതിൽക്കൽ തലയും തങ്ങി കുഞ്ഞനാച്ചൻ കുത്തിയിരുന്നു. ലാലി മാത്രം സംശയഭാവം നിഴലിക്കുന്ന മിഴികളോടെ, അതിലേറെ ആശങ്കയോടെ തല മാറി നിൽക്കുകയാണ്. ആ പൂജാമുറിയിൽ അനുജത്തിയും തിരുമേനി മാത്രമേയുള്ളൂ. അവിടെ എന്താണ് സംഭവിക്കുകയെന്ന് അവൾ ഊഹിക്കാൻ കഴിയുന്നുണ്ട്. തിരുമേനിയോട് അവൾക്ക് പകയോ വിദ്വേഷമോ ഒക്കെ തോന്നുകയാണ്. വിവരം അമ്മച്ചിയോടോ മറ്റോ പറയാനും പറ്റില്ല. കവലയിലേക്ക് പോയ കറിയാച്ചൻ മടങ്ങിയെത്താനുള്ള സമയമാകുന്നതേയുള്ളൂ. അപ്പച്ചനൊന്ന് വന്നിരുന്നെങ്കിൽ. രുദ്രൻ ലില്ലിയുടെ ശരീരത്തെ സ്പർശിക്കാൻ തുടങ്ങുകയായിരുന്നു. മാധവൻ നമ്പൂതിരി വെറ്റിലയിൽ തന്നെ മിഴികൾ അർപ്പിച്ച് മനസ്സിലൊരു മന്ത്രം ചൊല്ലുകയാണ്.
രുദ്രന്റെ പൂജാമുറിയിൽ പെട്ടെന്നൊരു ശബ്ദം കേൾക്കായി. തഴുതിട്ടിരുന്ന ജാലകത്തിന്റെ സാക്ഷ തനിയെ തുറക്കപ്പെട്ട ശബ്ദമായിരുന്നു അത്. ലില്ലിയുടെ ശരീരത്തിൽ അമർന്ന രുദ്രന്റെ കൈ തീപ്പൊള്ളലേറ്റെന്നോണം പിൻവലിഞ്ഞു. അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. താൻ ബലമായി അടച്ചു തഴുതിട്ട സാക്ഷിയാണ്. അതെങ്ങനെ തടഞ്ഞനെ അയഞ്ഞു മൈന്മാറി? രുദ്രൻ വീണ്ടും ചെന്ന് അതിന്റെ സാക്ഷ ഭദ്രമാക്കി. വീണ്ടും അയാൾ കട്ടിലിനരികിലേക്ക് ചെന്നു. അവളെ തൊടാൻ ആരംഭിച്ച മുഹൂർത്തത്തിലതാ വീണ്ടും ശബ്ദം. ഇത്തവണ ജാലകത്തിന്റേതല്ല, വാതിലിന്റെ തന്നെ സാക്ഷിയാണ് പിന്മാറിയത്. രുദ്രന് ശങ്ക തോന്നി. വാതിൽ സാക്ഷിയായും ബന്ധിച്ചതിനു ശേഷം ഒരു നിമിഷം സംശയിച്ചു നിന്നു. അതേ നേരത്ത് തന്നെയാണ് മുറിയിലെ ജാലകങ്ങളുടെ എല്ലാം സാക്ഷികൾ തനിയെ പിന്നിലേക്ക് ശബ്ദത്തോടെ പിന്മാറാൻ ആരംഭിച്ചത്. വാതിൽപ്പാളികൾ തുറന്നടയാനും തുടങ്ങി. ഇതോടെ തിരുമേനിയുടെ ഭയം ഉച്ചസ്ഥായിലായി. ഇത് തനിയെ സംഭവിക്കുന്നതല്ല, ഇതിന്റെ പിന്നിൽ മാധവന്റെ മനസ്സുണ്ട്, സംശയമില്ല. വാതിൽ തുറന്നടയാൻ തുടങ്ങിയ ശബ്ദം കേട്ട് ലില്ലി കട്ടിലിൽ പിടഞ്ഞെണീറ്റിരുന്നു. അവൾ ഭയത്തോടെ ചുറ്റും മിഴിച്ചു നോക്കി. താൻ എങ്ങനെ ഈ മുറിക്കുള്ളിലെത്തി? പുറത്തു നിന്നവർ നടുക്കത്തോടെ പൂജാമുറിയിലെ ബഹളങ്ങൾ കേട്ടു നിൽക്കുകയായിരുന്നു. കുഞ്ഞനാച്ചൻ വാതിൽക്കൽ ഓടിയെത്തി. രുദ്രൻ പകച്ചു നിൽക്കുകയാണ്. ലില്ലി വാതിൽ കടന്ന് പുറത്തേക്ക് ഓടിയിറങ്ങിയത് പോലും അയാൾ അറിയുന്നില്ല. വാതിലുകൾ അപ്പോഴും വലിയ ശബ്ദത്തോടെ കൊട്ടിയടയ്ക്കപ്പെടുകയും തുറക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു. ജ്വലിച്ചു നിൽക്കുകയായിരുന്ന രുദ്രൻ വലതുകാൽ ഇടതു മുട്ടിനുള്ളിൽ തുടയിലേക്ക് വീഴ്ത്തി ഒറ്റക്കാലിൽ നിന്നു. ആ ചുണ്ടുകളിൽ ഒരു മന്ത്രം വിരിയുകയാണ്. വിളക്ക് കൊളുത്താനൊന്നും നേരമില്ല. ക്ഷുദ്രമാണ്, കടുത്ത ക്ഷുദ്രം. ഏത് മൂർത്തിയുടെ ശക്തിയാണോ തന്നെ പരാജയപ്പെടുത്താൻ അണിഞ്ഞിരിക്കുന്നത്, ആ മൂർത്തിയുടെ ശക്തിക്കിട്ട് ഉഗ്രനടി കൊടുക്കുന്ന പ്രയോഗം. മാന്ത്രികന്മാർ ഇത്രയും കടുത്ത പ്രയോഗങ്ങൾ ചെയ്യരുതാത്തതാണ്. പക്ഷേ രുദ്രനപ്പോൾ അതൊന്നും ആലോചിക്കാനുള്ള സമയമുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഒരൊറ്റ മൂർത്തിയെക്കുറിച്ചും അപ്പോൾ അയാൾ ഓർത്തില്ലെന്നതാണ് സത്യം. ഓർത്തത് മാധവനെക്കുറിച്ച് മാത്രമാണ്. തെല്ലുനേരം കൂടി കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ തന്റെ എല്ലാ അഭിമാനവും തകർന്നു പോയേനെ. മാധവൻ മഷിനോട്ടത്തിലൂടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നോ? എങ്കിലെല്ലാം തകർന്നത് തന്നെ. രുദ്രൻ ഒരു വട്ടം മന്ത്രം പൂർത്തീകരിച്ചു. അത്ഭുതമായിരുന്നു ഫലം. പിടിച്ചു നിർത്തിയാൽ എന്നോണം പൂജാമുറിയിലെ ബഹളങ്ങൾ അവസാനിച്ചു. ഒരു കൊടുങ്കാറ്റിനു ശേഷമുള്ള പ്രകൃതിയുടെ ശാന്തത പോലെ നിശബ്ദം. പക്ഷേ എല്ലാ വാതിലുകളും മലർക്കെ തുറന്നു കിടന്നെന്ന് മാത്രം. രുദ്രൻ ഒരു നേർത്ത പുഞ്ചിരിയോടെ പുറത്തേക്കിറങ്ങി വന്നു. കുഞ്ഞനാച്ചൻ ഭയത്തോടെ ഒതുങ്ങി നിന്നു. ഭയപ്പെടേണ്ട, ശത്രു കൂടുതൽ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ലക്ഷണമാ കണ്ടത്. സാരമില്ല, ഇന്നത്തെ രാത്രി കൊണ്ട് ഞാൻ അത് ഒതുക്കിക്കൊള്ളാം. പിന്നൊരു കാര്യം പറഞ്ഞില്ലല്ലോ, നമുക്കിനി ബ്രഹ്മരക്ഷസിനെതിരെയുള്ള പ്രയോഗം തുടങ്ങാം. ഇനി അത് നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല. കുഞ്ഞനാച്ചന് സന്തോഷമായി. അങ്ങോട്ട് പറയണമെന്ന് കരുതിയിരുന്ന കാര്യം തിരുമേനി ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നു. എന്തൊരാശ്വാസം. ദൈവാധീനം. കറിയാച്ചൻ പുറത്തേക്ക് പോയി അല്ലേ? അങ്ങാടിയിൽ നിന്ന് അത്യാവശ്യമായി ചില സാധനങ്ങൾ വാങ്ങേണ്ടിയിരുന്നു. പൂജയ്ക്കുള്ളതാണ്. വരൂ, ഞാൻ ചാർത്തെഴുതി തരാം. തിരുമേനി എന്തോ ചില കണക്കുകൾ കൂട്ടിക്കൊണ്ടാണത് പറഞ്ഞത്. നാളും തീയതിയും കണക്കാക്കുകയാവും. എന്തോ ഒരു ഉത്സാഹം തിരുമേനിയിൽ പ്രകടമായിരിക്കുന്നു. അതിനെന്താ, അങ്ങ് ചാർത്തെഴുതിയാട്ടെ, ഞാൻ തന്നെ പോയി വാങ്ങിവരാം. കുഞ്ഞനാച്ചന് ഉത്സാഹം വളരുന്നു. പറഞ്ഞില്ലല്ലോ, കുഞ്ഞനാച്ചൻ ഇന്നു മുതൽ നമ്മുടെ കർമ്മങ്ങൾ അവസാനിക്കും വരെ സന്ധ്യ കഴിഞ്ഞ് പുറത്തേക്കെങ്ങും പോകരുത്. അതുകൊണ്ടാണ് ഞാൻ കറിയാച്ചനെ പ്രത്യേകം തിരക്കിയത്. കുഞ്ഞനാച്ചന്റെ നെഞ്ചിൽ ഒരു തീയുണ്ട വീണ പോലെയായിരുന്നു ആ വാക്കുകൾ. അതുവരെയുണ്ടായിരുന്ന ഉത്സാഹങ്ങളുടെ എല്ലാം മേലെ ഹിമപാതം പോലെയാണ് തിരുമേനിയുടെ വാക്കുകൾ വന്നു പതിച്ചിരിക്കുന്നത്. ആ മുഖം പൊടുന്നനെ മങ്ങി. രുദ്രൻ തിരുമേനിയെ കുഞ്ഞനാച്ചൻ അറിയാതെ ആ മുഖം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വളരെ നാളുകളായി ഇവിടെ വന്നിട്ട് ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന് കുഞ്ഞനാച്ചന് തോന്നുന്നുണ്ടാവും. ഇല്ലെങ്കിൽ കറിയാച്ചനെങ്കിലും അത് തോന്നിക്കൂടായികയില്ല. പക്ഷെ ഞാൻ വന്നതിനു ശേഷം ബ്രഹ്മരക്ഷസിന്റെ ഒരു ഉപദ്രവം നിങ്ങൾക്കാർക്കും ഉണ്ടായിട്ടില്ല, ശരിയല്ലേ? കുഞ്ഞനാച്ചനൊന്ന് പരിങ്ങി. തങ്ങൾ രഹസ്യമായി സംസാരിച്ചത് തിരുമേനി അറിഞ്ഞു കാണും. അതറിഞ്ഞുള്ള സംസാരമല്ലേ ഇത്? അയാളുടെ മുഖം കുനിഞ്ഞു. തിരുമേനി, അതിന് ഒന്നും പറയേണ്ട കുഞ്ഞനാച്ച. ഞാൻ കർമ്മം ചെയ്യാൻ വൈകിയതിന് ചില കാരണങ്ങളുണ്ട്. ആദ്യമായി എനിക്ക് ബ്രഹ്മരക്ഷസിന്റെ സ്വഭാവം പഠിക്കണമായിരുന്നു. ഓരോ ബ്രഹ്മരക്ഷസും ഓരോ സ്വഭാവക്കാരായിരിക്കും. എല്ലാവരും ഒരേ രീതിയിൽ പ്രതികാരം ചെയ്യാൻ നടക്കുന്നവരായിരിക്കണമെന്നില്ല. ഈ ദിവസങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിച്ചത് വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ രക്ഷസിന് ഏത് രീതിയിൽ പ്രതികാരം ചെയ്യാൻ കഴിയുമെന്നായിരുന്നു. ഞാനത് കണ്ടുപിടിച്ചു. ഇത്രനാളും രക്ഷസ് ഉപദ്രവിക്കാതിരുന്നതും മനഃപൂർവ്വമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് പിടിതരാതിരിക്കാനുള്ള ഒരടവ്.
ഞാൻ കർമ്മങ്ങൾ ആരംഭിക്കുമ്പോൾ ഉള്ള വൈരാഗ്യമെല്ലാം നിങ്ങളുടെ നേരെ ഒന്ന് അഴിച്ചു വന്നിട്ടിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സൂക്ഷിക്കണം. കുഞ്ഞനാച്ചൻ മാത്രമല്ല, കുടുംബത്തിലെ എല്ലാവരും ശ്രദ്ധിച്ചോളണം. രുദ്രൻ നമ്പൂതിരിയുടെ മുഖത്തേക്ക് കുഞ്ഞനാച്ചൻ തുറിച്ചു നോക്കി. അയാളുടെ നെഞ്ച് പടഹമടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കുറച്ചുനാളായി ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ മനസ്സമാധാനങ്ങളും തകർന്ന് തരിപ്പണമാകാൻ തുടങ്ങുകയാണോ? തിരുമേനിയോട് വാങ്ങിയ പുരയിടത്തിലെവിടെയോ ഒരു കാറ്റിന്റെ ചൂളംവിളി കേൾക്കാനുണ്ടോ? കുഞ്ഞനാച്ചൻ പരിഭ്രമത്തോടെ ചുറ്റും കണ്ണൊഴിച്ചു. രുദ്രൻ നമ്പൂതിരി പൂജാമുറിയിലേക്ക് കയറി. പിന്നാലെ കുഞ്ഞനാച്ചനും. പൂജാമുറിയിലെ പീഠത്തിലിരുന്ന് ഓലയും നാരായവും എടുത്ത് രുദ്രൻ നമ്പൂതിരി ചാർത്തെഴുതാൻ തുടങ്ങി. എന്തോ നേർത്തൊരു ശബ്ദം കേട്ടെന്ന് തോന്നിയപ്പോൾ അയാൾ മുകളിൽ ഉത്തരത്തിലേക്ക് നോക്കി. അതോടെ കുഞ്ഞനാച്ചന്റെ സർവ്വജീവനും പിടഞ്ഞുപോയി. അവിടെ ഉത്തരത്തിൽ ഒരു കറുത്ത പൂച്ച തന്നെ തന്നെ തുറച്ചു നോക്കിയിരുന്നു. അത് അയാളെ നോക്കി മുരണ്ടു, പിന്നെ എളിച്ചു. അപ്പോൾ കടവായിൽ നിന്ന് പൂർവാധികം പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന തേറ്റപ്പല്ലുകൾ കാണായി. മലർക്കെ തുറന്നു കിടന്ന ഒരു ജാലകത്തിന്റെ വാതിൽ വലിയൊരു ശബ്ദത്തോടെ ചേർത്തടഞ്ഞു. അതോടെ കുഞ്ഞനാച്ചൻ തീർത്തും ഹതാശനായി. അയാളുടെ തൊണ്ടയിൽ ഒരാർത്തനാദം കുരുങ്ങി. ഭയത്തോടെ പുറത്തേക്ക് നോക്കിയപ്പോഴും കുഞ്ഞനാച്ചൻ ഞെട്ടിപ്പോയി. പൂജാമുറിയോട് തൊട്ടു നിൽക്കുന്ന ഒരു പുളിമരക്കൊമ്പിൽ തല കീഴായി തൂങ്ങിക്കിടക്കുന്ന ഒരു കടവാവൽ. അതിന്റെ ചുവന്ന കണ്ണുകൾ തന്നിൽ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. എന്തോ ഒരു നിലവിളി ശബ്ദം കുഞ്ഞനാച്ചൻ പുറപ്പെടുവിച്ചിരിക്കണം. കുത്തിക്കുറിച്ചു കൊണ്ടിരിക്കുന്ന രുദ്രൻ നമ്പൂതിരി നാരായം താഴെയിട്ടിട്ട് കുഞ്ഞനാച്ചന് സമീപത്തേക്ക് വന്നു. എന്തുപറ്റി? എന്താ? വിറയലോടെ നിൽക്കുന്ന കുഞ്ഞനാച്ചന്റെ തോളിൽ തിരുമേനി സ്പർശിച്ചു. അയാളെ വെട്ടിവിറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. വിറകയോടെ കുഞ്ഞനാച്ചൻ മുകളിലേക്ക് വിരൽ ചൂണ്ടി. പുറത്തെ പുളിമരത്തിന് നേരെയും രുദ്രൻ നമ്പൂതിരി 2 ജന്തുക്കളെയും കണ്ടു. ഓഹോ, മനസ്സിൽ കരുതിയപ്പോഴേ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞോ? ആത്മകഥമായി പറഞ്ഞത് കുഞ്ഞനാച്ചന്റെ നെഞ്ചിലാണ് വന്നു പൊട്ടിയത്. എന്തിന്റെയൊക്കെയോ ആരംഭമാണോ? കുഞ്ഞനാച്ചൻ തളർന്നു. വിശദമായൊരു പൂജയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട ചാർത്തുമായി കുഞ്ഞനാച്ചൻ മുറിയിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ രുദ്രൻ നമ്പൂതിരി മറ്റൊരു കർമ്മത്തിലേക്കുള്ള വാതായനം മലർക്കെ തുറന്നു കഴിഞ്ഞിരുന്നു. തന്റെ ഒരു പ്രതീക്ഷയെ തകിടം മറിച്ച മാധവൻ നമ്പൂതിരിക്ക് തക്ക തിരിച്ചടി കൊടുക്കണം. അടച്ചു തഴുതിട്ട വാതായനങ്ങളുടെ സാക്ഷി ഇളക്കിയതും കഥകൾ ഒരുമിച്ച് തുറന്നു പോയതിനും പിന്നിൽ മാധവന്റെ മാന്ത്രിക പ്രയോഗമാണ്. സംശയം മഷിനോട്ടത്തിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടു. കുഞ്ഞനാച്ചനെ പറഞ്ഞയച്ചു കഴിഞ്ഞ് മഷിവേറ്റിയിലേൽ ഉറ്റുനോക്കിയിരിക്കുമ്പോൾ രുദ്രൻ അടിമുടി വിറഞ്ഞു. എന്താ കഥ? ആഹ്ലാദകരമായ കാഴ്ച എന്തോ കാണും പോലെ താളവും പിടിച്ചിരിക്കുകയാണ് മാധവൻ. അറിയാതെ പല്ലുകൾ ഇറുമിപ്പോയി. മാധവ, നീ എന്നാ മാന്ത്രികനായത്? ഇന്നലെയല്ലേ? 1/4 നൂറ്റാണ്ടായി മാന്ത്രിക പ്രയോഗങ്ങൾ നടത്തുന്നവനാണ് ഞാൻ. എന്നോടെതിരിടാൻ മാത്രം നീ ഒന്നുമായിട്ടില്ല. നിന്റെ തമാശയേറുന്നു. നിന്നെ നിശബ്ദനാക്കാൻ എനിക്കൊരു വിനാഴിക മതി. നീ അത് മറക്കണ്ട. പൂജാമുറിയിൽ കറുത്ത പൂച്ചയുടെ വേഷത്തിൽ കാത്തിരുന്നതും പുളിങ്കൊമ്പിൽ കടവാവലായി കിടന്നതും മാധവൻ അയച്ച മൂർത്തികൾ തന്നെ. പാവം കുഞ്ഞനാച്ചൻ. ഇനിയും അധിക നാളുകൾ കഴിയാതെ കുഞ്ഞനാച്ചനെ ബ്രഹ്മരക്ഷസിൽ നിന്ന് മോചിപ്പിക്കണം. ഇന്ന് രാത്രി കർമ്മങ്ങൾ തുടങ്ങുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് 7 നാൾ, അതിനപ്പുറം നീളില്ല. മഷിവെറ്റിലയിൽ തെളിയുന്ന മാധവൻ നമ്പൂതിരിയുടെ രൂപത്തെ രൂക്ഷനയനങ്ങളോടെ രുദ്രൻ നോക്കിക്കണ്ടു. കോപം നേരിയ വിറയൽ സമ്മാനിച്ച രുദ്രന്റെ വലതുകൈ വിളക്കിനരികിലിരുന്ന ഒരു ഇലപ്പൊതിക്ക് നേരെ നീണ്ടു. തെള്ളിപ്പൊടിയാണ്. കൈയിലിട്ടത് ഞെരിച്ചു. അപ്പോൾ അയാളുടെ മനസ്സിൽ മാധവന്റെ കഴുത്താണ് നിറഞ്ഞു നിന്നത്. ഇങ്ങനെ ആ ഇളം പിടലി ഞെരിയണം. കയ്യിൽ അമർന്ന തെള്ളിപ്പൊടി നിലവിളക്കിന്റെ നാളങ്ങളിലേക്ക് ഊക്കോടെ എറിഞ്ഞു. അതും സാധാരണ പതിവില്ല. ഈർക്കിലി പന്തങ്ങളിലാണ് സാധാരണ തെള്ളി എറിയാറുള്ളത്. ഇവിടെ അതിനുള്ള ക്ഷമയൊന്നും രുദ്രൻ നമ്പൂതിരിക്കുണ്ടായിരുന്നില്ല. വലിയൊരു അഗ്നികോളം പൂജാമുറിയുടെ മുകളിൽ തട്ടി അണഞ്ഞു. ചായ നിറമുള്ള പുക പൂജാമുറിയിൽ നിറഞ്ഞു. അടുത്ത ക്ഷണം പൂജാമുറിയിൽ നേരെ ചിറകടിയൊച്ച കേൾക്കായി. ചാര നിറമുള്ള ചിറകുകളും ചുവന്ന കണ്ണുകളും ഒരു പക്ഷി പൂജാമുറിയിൽ പ്രത്യക്ഷപ്പെട്ടു. ആ പക്ഷി തുറന്നു കിടന്ന വാതായനത്തിലൂടെ പുറത്തെ സന്ധ്യയിലേക്ക് ചിറകടിച്ചു പറന്നു. പക്ഷിയുടെ പലായനം നോക്കി രുദ്രൻ ഗൂഢമന്ദസ്മിതമുതിർത്തു. അഗ്നിമുഖന്റെ മറ്റൊരവതാരം. മാധവൻ നമ്പൂതിരി സന്ധ്യാസ്നാനത്തിന് ക്ഷേത്രക്കുളത്തിലേക്ക് പോയ സമയമായിരുന്നു അത്. ആ നേരം വരാൻ കാത്തിരിക്കുകയായിരുന്ന രുദ്രൻ അകമേ ചിരിച്ചു. അഗ്നിമുഖൻ അങ്ങ് ചെല്ലട്ടെ. തിരിച്ചറിയാൻ കഴിയാത്ത അഗ്നിമുഖന്റെ പുതിയ രൂപം വിജയിച്ചേ മടങ്ങൂ. അഗ്നിമുഖന്റെ യാത്ര കാണാൻ, ആ വിജയം കാണാൻ രുദ്രൻ വെറ്റിലയിൽ നോക്കിയിരുന്നു. മാധവൻ നമ്പൂതിരിക്ക് അക്കപ്പാടെ ഉന്മേഷത്തിന്റെ നിമിഷങ്ങളായിരുന്നു. തന്റെ പ്രയോഗങ്ങൾ ഒന്നിനൊന്ന് വിജയിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ആഹ്ലാദം. രുദ്രനെ നന്നേ കഷ്ടപ്പെടുത്താൻ കഴിയുന്നുണ്ട്.
അത്രയേ ഉദ്ദേശവുമുള്ളൂ. ഒരു നിവൃത്തിയുമില്ലെങ്കിൽ അയാൾ ലക്ഷ്യം പൂർത്തീകരിക്കാതെ തന്നെ നാട്ടിൽ നിന്ന് പൊയ്ക്കോളും. അത്രയും മതി. ഇത്രകാലം ചെയ്തതെല്ലാം വിജയിച്ചു എന്ന അഹംഭാവമുണ്ട് രുദ്രന്. പക്ഷെ ആ അഹങ്കാരത്തിന് തക്ക തിരിച്ചടി ലഭിക്കാൻ പോകുന്നു. താൻ കൊടുക്കാൻ പോകുന്നു. എവിടെയൊക്കെ വിജയിച്ചിട്ടുണ്ടെങ്കിലും കുഞ്ഞനാച്ചന്റെ വീട്ടിൽ അയാൾ പരാജയപ്പെടാൻ പോകുന്നു. ആ അഹങ്കാര ഗോപുരം അടിമുടി ഇടിഞ്ഞു പൊളിഞ്ഞു വീകാൻ പോകുന്നു. കുളക്കടവിലെത്തുമ്പോഴും മടികൾ ഓരോന്നായി ഇറങ്ങുമ്പോഴും മുൻപില്ലാത്തൊരു ഉത്സാഹം മാധവനെ പൊതിഞ്ഞു നിന്നിരുന്നു. ഇപ്പോൾ എല്ലാറ്റിനും ഒരു വ്യക്തത കൈവന്നിട്ടുണ്ട്. മാന്ത്രിക പഠനം പൂർത്തിയായതിന്റെ ലക്ഷണമാണിത്. ഇനി അത് മുന്നോട്ട് നയിക്കുകയേ വേണ്ടൂ. കുഞ്ഞനച്ഛന്റെ വീട്ടിൽ ഇന്ന് പൂജ ആരംഭിക്കുന്നു. ഒഴുകുകൾ അടുപ്പിക്കാൻ ചാർത്തെഴുതി കഴിഞ്ഞു. ആ നിമിഷത്തിൽ തന്നെ അമ്മാവന്റെ ആത്മാവുമായി ബന്ധപ്പെടാൻ തനിക്ക് കഴിഞ്ഞു. ഒരു കരിമ്പൂച്ചയായും കടവാവലായും രുദ്രനെയും കുഞ്ഞാച്ചനെയും ചെറുതായെന്ന് ഭയപ്പെടുത്താനും സാധിച്ചു. ഒരു സൂചന ഇരിക്കട്ടെ. പക്ഷെ ആ വിഡ്യാൻ രുദ്രൻ മനസ്സിലാക്കിയില്ലെന്ന് തോന്നുന്നു. ഒരു കണക്കിന് അതാണത് നന്നായതും. ഇന്നത്തെ രാത്രി മുതൽ കരുതലോടെ ഇരിക്കണം. 7 ദിവസം കൊണ്ട് തീരുന്ന പൂജയ്ക്കാവും അയാൾ ഒരുങ്ങുക. ബ്രഹ്മരക്ഷസിന്റെ ബന്ധനത്തിന് യഥാർത്ഥത്തിൽ 3 നാൾ മതിയാവും. പിന്നെ 7 നാളേക്ക് അത് രുദ്രന്റെ നീട്ടിയതെന്തിനാണാവോ? രുദ്രന്റെ മനസ്സ് മാത്രം വായിക്കാൻ കഴിയുന്നില്ല. ഇനി എന്തായാലും അയാൾ പൂജ നീട്ടില്ലെന്ന് തീർച്ചയായിരിക്കുന്നു. നീട്ടില്ലെന്നോ? മാധവനൊന്ന് മന്ദഹസിച്ചു. രുദ്രന്റെ പൂജ നീളുകയേയുള്ളൂ. അതാണല്ലോ തന്റെ ലക്ഷ്യം. അങ്ങനെ ഓരോന്നാലോചിച്ചുകൊണ്ട് വളരെ മെല്ലെ പടികളിറങ്ങിയ ഒരു മാധവന്റെ രക്ഷാക്കുഴൽ ഒരു ഞൊടിയിട വിയർത്തു. അപകട സൂചന. നേരിയൊരു നടുക്കത്തോടെ ചുറ്റുപാടും ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ പൊടുന്നനെയായിരുന്നു അത് സംഭവിച്ചത്. ആരോ പിൻകഴുത്തിൽ ഊക്കോടെ പിടിച്ചൊരു തള്ളു നൽകിയത് ഓർമ്മയുണ്ട്. 2 പടികൾ താഴേക്ക്, വെള്ളത്തിലേക്ക് മുതലക്കൂപ്പ് കുത്തിയതുപോലെ താണുപോയി മാധവൻ. അതേ നിമിഷത്തിലായിരുന്നു രുദ്രന്റെ അഗ്നിമുഖൻ ഒരു ഉൽക്കയുടെ വേഗത്തിൽ വന്ന് ജലത്തിൽ പതിച്ചതും. ജലം സ്പർശിച്ച മാത്രയിൽ ഒരു പക്ഷിരൂപിനുള്ളി ഒന്ന് പിടഞ്ഞു. പിന്നെ ജലത്തിന് മുകളിൽ നിശ്ചലമായി. ഒരു നിമിഷാർദ്ധം തെറ്റിയിരുന്നെങ്കിൽ അത് വന്നു മാധവന്റെ ശിരസിൽ പതിച്ചേനെ. അഗ്നിയിൽ അയാൾ വെന്തെരിഞ്ഞേനെ. ബ്രഹ്മരക്ഷസിന്റെ കണ്ണുകൾ അയാളെ വിടാതെ പിന്തുടർന്നതുകൊണ്ട് ആ മഹാവിപത്ത് ഒഴിഞ്ഞുമാറി. മാധവൻ ജലത്തിൽ ഉയർന്നു. കൈ തട്ടിയത് പക്ഷിയുടെ ജഡത്തിൽ തന്നെ. അയാൾ ഒന്ന് ഞെട്ടി. ജലത്തിൽ വീണുപോയതിന്റെ കാരണവും ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. മാധവന്റെ ഹൃദയം അതിദ്രുതമിടിച്ചു. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഉത്സാഹവും കെട്ടടങ്ങുകയും ചെയ്തു. ജഡമായി കിടക്കുന്ന പക്ഷിയെ മാധവൻ തിരിച്ചറിഞ്ഞു. അഗ്നിമുഖൻ. തന്നെ ഒരു അത്യാഹിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആരാണ്? ബ്രഹ്മരക്ഷസോ അതോ ഉപാസനമൂർത്തികളിൽ ആരെങ്കിലുമാണോ? അയാളുടെ കണ്ണുകൾ ചുറ്റും പരതി. രുദ്രൻ അയച്ച മറ്റേതെങ്കിലും ദുർമൂർത്തികൾ അടുത്തെവിടെയെങ്കിലും മുന്നേ വെച്ചിരിക്കുന്നുവോ? മാനം ചുവന്നു തൊടുത്തിരുന്നു. ഇനി എത്രയും വേഗം ഗുഹയിലേക്ക് മടങ്ങണം. പെട്ടെന്ന് കുളത്തിലിറങ്ങി 7 വട്ടം മുങ്ങിക്കയറി വിജയാദ്രിനാഥനെ മനസ്സിൽ ധ്യാനിച്ച് ആ ലക്ഷ്യം നോക്കി കൈകൾ കൂപ്പി. രുദ്രന്റെ കോപം എത്രത്തോളം ഉണ്ടാകുമെന്നറിയാം. പക്ഷേ അയാൾ ഇത് ഇത്ര വേഗം പ്രയോഗിക്കാമെന്ന് ധരിച്ചതേയില്ല. നനഞ്ഞ മുണ്ട് പിഴിഞ്ഞൊടുത്തു. അതിദ്രുതം ഗുഹയിലേക്ക് നടന്നു. അപ്പോൾ അകാരണമായി കൈത്തണ്ടയിലെ രക്ഷക്കുഴൽ വിളകൊള്ളുന്നത് മാധവൻ അറിഞ്ഞു. ഇനി എന്ത് അപകടമാണ്? കാൽപാദങ്ങളിൽ പോലും കണ്ണുകൾ തുറന്നുകൊണ്ടാണ് മാധവൻ ഓരോ ചുവട്ടടികളും വെച്ചത്. എവിടെ വെച്ച് അപകടം ഏത് രീതിയിൽ പ്രത്യക്ഷപ്പെടുമെന്നൊരു നിശ്ചയവുമില്ല. ഗുഹയിൽ കയറി വിളക്ക് കൊളുത്തി മനസ്സിനെ ഏകാഗ്രമാക്കി അമ്മാവനെ ധ്യാനിച്ചു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അമ്മാവന്റെ സാന്നിധ്യം ഗുഹയിൽ അനുഭവപ്പെട്ടു. നീ ഭയപ്പെടേണ്ട. ഇപ്പോഴത്തന്നെ നിന്റെ ശ്രമങ്ങൾ ശരിയായ മാർഗത്തിലൂടെയാണ്. ഒന്നും തെറ്റിക്കാതെ തുടർന്നോളൂ. അമ്മാവൻ അങ്ങനെ ചെവികളിൽ മന്ത്രിച്ചോ? പക്ഷേ ആ പ്രോത്സാഹനമല്ലായിരുന്നു മാധവൻ ആവശ്യം. അമ്മാവ, ഇന്നു മുതൽ അമ്മാവനെ തളയ്ക്കാനുള്ള പൂജ ആരംഭിക്കുകയാണ്. കുഞ്ഞനാച്ചന്റെ വീട്ടിൽ 7 ദിവസത്തിനുള്ളിൽ അമ്മാവനെ കുടത്തിലടയ്ക്കാനുള്ള നീക്കങ്ങളാണ് അയാൾ ചെയ്യുന്നത്. ഞാൻ എതിർക്കാം. പക്ഷേ എന്തുണ്ടായാലും അയാളുടെ വലയത്തിൽ അമ്മാവൻ ചെന്നുപെടരുത്. ആ 7 ദിവസവും രുദ്രനെ തടസ്സപ്പെടുത്തണം. അമ്മാവൻ എന്റെ സമീപത്ത് നിന്നെങ്ങും പോകരുത്. വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ശബ്ദത്തിൽ മറുപടി കേട്ടു. നീ പതറുന്നതെന്തിന്? നീയുള്ളപ്പോൾ ഞാൻ എവിടെ പെടുന്നതെങ്ങനെ? എന്നാലും ശക്തി പരീക്ഷണമുണ്ടാവും. ഇത്തരം കർമ്മങ്ങൾ ചെയ്യാൻ രുദ്രൻ മിടുക്കനാണ്. ആ ശക്തിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എനിക്കാവില്ല. നീയാണ് അയാളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസത്തെ പൂജ പോലും പൂർത്തീകരിക്കാൻ അയാൾക്ക് കഴിയരുത്. ഓരോ ദിവസവും ഓരോ ഭൂതങ്ങളെ പിടിക്കാനാണ് അവന്റെ നോട്ടം. 5 ദിവസം കൊണ്ട് പഞ്ചഭൂതങ്ങളും അടക്കുക. 6-ാം ദിവസം കുടത്തിലടയ്ക്കും. 7-ാം ദിവസം ശുദ്ധികലശം നടത്തി മടങ്ങാനാവും അവന്റെ ഉദ്ദേശം. അതെ, അത് തന്നെയാണ്. മാധവൻ ആ ശബ്ദം ശ്രദ്ധിച്ചു കേട്ടു. പൂജയുടെ അവസാനം ശകുനപ്പിഴ പോരാ.
ഇന്ന് തുടങ്ങുകയല്ലേ? തുടങ്ങും മുമ്പേ അമ്മാവന്റെ സാന്നിധ്യം അയാളെ ഒന്ന് ബോധ്യപ്പെടുത്തണം. ഇപ്പോഴിതാ ഒരവസരമുണ്ട്. കറിയാച്ചൻ കവയിലേക്ക് പോയി മടങ്ങാറായി. ആ മടക്കത്തിൽ മരുമകൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ബ്രഹ്മരക്ഷസ് മനസ്സിലാക്കി. ശരി മാധവ, നീ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാകും തുടക്കം. ഞാൻ എല്ലായ്പ്പോഴും നിന്റെ അടുത്തുണ്ടാവും. പിന്നെ അമ്മാവന്റെ ശബ്ദം കേട്ടില്ല. രുദ്രൻ ത്രിസന്ധ്യയ്ക്ക് മുമ്പേ പൂജാമുറി വൃത്തിയാക്കി. വിളക്കുകൾ തുടച്ചു മിനുക്കി. മുറി പുണ്യാഹമുണ്ടാക്കി തളിച്ച് ശുദ്ധി വരുത്തി. അങ്ങാടിക്കടയിലേക്ക് പറഞ്ഞയച്ചവർ ഉടനെ മടങ്ങിയെത്തും. വന്നുകഴിഞ്ഞ് ഒരനാഴിക നേരം താമസം മതി. പിന്നെ ആരംഭിക്കാം. ഇരുട്ട് പെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ വളരെ അപ്രതീക്ഷിതമായാണ് ഒരു നിലവിളി ശബ്ദം രുദ്രന്റെ കാതുകളിൽ വന്നലച്ചത്. പരിചിതമായ ശബ്ദം. അത് കറിയാച്ചന്റെ മുൾവിളിയാണെന്ന് രുദ്രൻ തിരിച്ചറിഞ്ഞു. അത്ഭുതമാണോ ആഹ്ലാദമാണോ ഈ സമയത്ത് തന്നെ ഭരിക്കുന്നതെന്ന് രുദ്രന് വ്യക്തമായില്ല. കറിയാച്ചൻ മടങ്ങി വരുമ്പോൾ ഒരടി ഏൽപ്പിക്കണമെന്ന് കരുതിയിരുന്നെങ്കിലും അതിന് കഴിഞ്ഞില്ല. പക്ഷേ എന്തോ അപകടം അയാൾക്ക് സംഭവിച്ചിരിക്കുന്നു. അതെങ്ങനെ? എന്തോ കണ്ടു മയന്ന മട്ടിലുള്ള നിലവിളിയല്ലേ കേട്ടത്? അപ്പോൾ രുദ്രന്റെ മുഖത്ത് നേരിയ ഭയത്തിന്റെ നിഴലാട്ടം. ബ്രഹ്മരക്ഷസ് അയാളെ ഭയപ്പെടുത്തിയതാണെന്ന് വരുമോ? പൂജയ്ക്കുള്ള സാമഗ്രികളുമായി മടങ്ങിയെത്തുന്ന വഴിയാണ് അയാൾ. കുഞ്ഞനാച്ചൻ പൂജാമുറിക്ക് നേരെ ഓടിക്കിതച്ചു വന്നു. തിരുമേനി, ചേട്ടന്റെ കരച്ചിലാണ് കേട്ടത്. ചേട്ടനെന്തോ അപകടം പറ്റിയിരിക്കുന്നു. അയാളെ വിറയ്ക്കുകയാണ്. കണ്ണുകൾ ഭീതിയോടെ നിലവിളി കേട്ട ഭാഗത്തേക്ക് നീണ്ടു ചെല്ലുന്നുമുണ്ട്. ഭയപ്പെടേണ്ട കുഞ്ഞനച്ച, കറിയാച്ചനൊന്നും സംഭവിക്കില്ല. അങ്ങനെ സമാധാനപ്പെടുത്തുമ്പോഴും അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കണേ എന്ന് ഹൃദയം മന്ത്രിക്കുന്നുണ്ടായിരുന്നു. എന്തോ താൻ ചെയ്യാൻ ആഗ്രഹിച്ചത് തനിയെ സംഭവിച്ചല്ലോ എന്ന സംതൃപ്തിയാകാം. ഒന്ന് വരൂ തിരുമേനി, പുതിയ പുരയിടത്തിനടുത്ത് നിന്നാണ് നിലവിളി കേട്ടത്. ഞാനൊന്ന് നോക്കിയേച്ചും വരാം. പറഞ്ഞത് പുറത്തേക്ക് കുഞ്ഞനച്ചൻ ചുവട് വെച്ചതും ഒപ്പം കഴിഞ്ഞു. ആ നിമിഷം പാപ്പച്ചന് മോടിയെത്തി. നിൽക്കൂ കുഞ്ഞനച്ച, പാപ്പച്ചന് നിൽക്ക്. ഞാൻ മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? നിങ്ങൾ രണ്ടാളും പടിപ്പുരയ്ക്ക് ഇപ്പുറം കടക്കരുത്. നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ, ഞാൻ തനിയെ നോക്കിയിട്ടെത്താം. മുന്നോട്ട് വെച്ച കാൽ തീക്കനൽ ചവിട്ടിയെന്നാണ് കുഞ്ഞനച്ചൻ പിൻവലിച്ചു. പാപ്പച്ചന്റെ മുഖവും മങ്ങി. രുദ്രനമ്പൂതിരി പുറത്തേക്കിറങ്ങി. ഒരൊറ്റ തവണയെ നിലവിളി കേട്ടുള്ളൂ. കറിയാച്ചന്റെ പ്രാണൻ പോയി കാണുമോ എന്ന് ഇനി നോക്കേണ്ടതുള്ളൂ. ആർത്തലച്ച് ലയിച്ചമർന്നതുപോലെ ഒരു നിലവിളിയായിരുന്നു അത്. അവസാനത്തെ ശബ്ദം പോലെ. ഇരുട്ട് പരന്നു കഴിഞ്ഞിരുന്നു. വെന്നിമലയുടെ നെറുകയിൽ നിന്ന് കുങ്കുമവർണ്ണത്തിന്റെ അവസാനത്തെ പൊട്ടും പോയി മറിഞ്ഞിരിക്കുന്നു. പകരം അരൂപികളായ അനവധി ദുർമൂർത്തികൾ സംഘം ചേർന്ന് നിൽക്കും പോലെ കാർമേഘപടലങ്ങൾ മാനത്ത് നിറഞ്ഞിരിക്കുന്നു. രുദ്രൻ കുഞ്ഞനാച്ചന്റെ പുരയിടം കടന്നു. വെട്ടുവഴിയിലെത്തി. വിഷ്ണുനാരായൺ നമ്പൂതിരിയുടെ പുരയിടത്തിനരികിൽ ഒരു വെള്ളായം കാണാനായി. വഴിയോരത്തെ വീണ് കിടക്കുകയാണ് കറിയാച്ചൻ. രുദ്രൻ നടത്തത്തിന് വേഗത കൂട്ടി. കുറച്ചുകൂടി അടുത്ത് ചെലവേ പൂജയ്ക്ക് വേണ്ടി വാങ്ങിയ സാധനങ്ങൾ അത്രയും വാരി വിതറിയ കണക്കെ പാതയെമ്പാടും തൂവിക്കിടക്കുന്നത് തിരുമേനി കണ്ടു. അടുത്തു ചെന്ന് പരിശോധിച്ചു നോക്കി. ഭയങ്കരൻ, മരിച്ചിട്ടില്ലല്ലോ. രുദ്രൻ അത് അമ്പരപ്പിക്കുന്നൊരറിവായി. അതിദ്രുതം ഇടിച്ചുകൊണ്ടിരിക്കേണ്ട സ്പന്ദനം കുറെ നേർത്തു പോയിട്ടുണ്ടെന്നത് നേര്. പക്ഷെ ആള് കാഞ്ഞു പോയിട്ടില്ല. കറിയാച്ചന്റെ നിലവിളി കേട്ട ആരൊക്കെയോ കൂടി അങ്ങോട്ട് ഓടിയെത്തി. ചിലരുടെ സഹായത്തോടെ തിരുമേനി കറിയാച്ചനെ വീട്ടിലേക്ക് അടുപ്പിച്ചു. പിന്നെ പൂജാമുറിയിലേക്കും. കറിയാച്ചൻ എന്താണ് സംഭവിച്ചതെന്നപ്പോഴും രുദ്രന് വ്യക്തമായില്ല. എന്തോ കണ്ടു ഭയക്കുകയോ എന്തെങ്കിലും ഭയപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടാവും. അതെന്താണെന്ന് അറിയെങ്കിൽ അയാൾക്ക് ബോധം വീഴണം. അതിന് സമയമെടുത്തേക്കും. കറിയാച്ചന്റെ ഭാര്യയും പെൺമക്കളും വലിയ വായിൽ നിലവിളിക്കുകയാണ്. രുദ്രൻ തിരുമേനി അവരെ സമാധാനപ്പെടുത്തി. പൂജയ്ക്ക് നിർദ്ദേശിച്ച സമയമാകുന്നു. അതിനുള്ള സാധനങ്ങളൊന്നും പൂജാമുറിയിൽ എത്തിയിട്ടില്ല. ഇനി മുഹൂർത്തത്തിന് മുമ്പ് എല്ലാം എത്തിക്കാമെന്ന് കരുതുന്നതും ബോഷ്കാണ്. അപ്പോൾ ഉദ്ദേശിച്ച സമയത്ത് പൂജ തുടങ്ങില്ലെന്ന് വ്യക്തം. അസാധാരണമായ തടസ്സമാണ് ഉണ്ടായിരിക്കുന്നത്. രുദ്രൻ എപ്പോഴും അതെങ്ങനെ സംഭവിച്ചുവെന്ന് ചിന്തിച്ചില്ല. കറിയാച്ചനെ കട്ടിലിൽ കിടത്തി. ചെറിയ ചില പ്രയോഗങ്ങൾ കൊണ്ട് തന്നെ അയാളുടെ അബോധാവസ്ഥ മാറ്റാൻ കഴിഞ്ഞു. കറിയാച്ചൻ ഒരാർത്തനാദത്തോടെ പിടഞ്ഞെണീറ്റു. ഭീകരമായതെന്തോ മുന്നിൽ കണ്ടാലെന്നോണം കറിയാച്ചൻ അലറിക്കരഞ്ഞു. എന്താ ഇത് കറിയാച്ച? തിരുമേനി അയാളെ കുലുക്കി വിളിച്ചു. അയ്യോ, ഞാൻ എവിടെയാണ്? കറിയാച്ചന് പരിസരബോധം വീണ്ടും കിട്ടിയിട്ടില്ലെന്ന് തോന്നി. ഭയപ്പെടേണ്ട ചേട്ടാ, ഇത് നമ്മുടെ വീട് തന്നെയാണ്. തിരുമേനിയുടെ പൂജാമുറിയാണിത്. ചേട്ടൻ വല്ലാതെ പേടിച്ചിരിക്കുന്നുണ്ടല്ലോ. എന്താ സംഭവിച്ചത്? കുഞ്ഞനാച്ചന്റെ ശബ്ദം
കറിയാച്ചനെ പതിയെ പതിയെ വർത്തമാനകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അയാൾ തിരുമേനിയെയും കുഞ്ഞനാച്ചനെയും മറ്റും തുറിച്ചു നോക്കി. കുഞ്ഞനാ, നമുക്കിപ്പം ഇവിടം വിടണം. ഇനി ഇവിടെ ഞാനൊരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. മരണം എന്റെ തൊട്ടു പിന്നാലെയുണ്ടെന്ന് തീർച്ച. നീയും പോന്നോളൂ കുഞ്ഞനാ, നമുക്ക് കട്ടപ്പനയിലേക്ക് പോകാം. ഞാൻ ആ തിരുമേനിയെ കണ്ടു. അയാൾ എന്റെ തൊണ്ടക്കുഴിയിൽ കുത്തിപ്പിടിച്ചു. കറിയാച്ചൻ കിതച്ചു. കുഞ്ഞനാച്ചൻ നടുങ്ങി. തിരുമേനിയുടെ മുഖവും ഒരു നിമിഷം മങ്ങി. ദുർനിമിത്തമാണല്ലോ, രുദ്രൻ ആലോചിച്ചു. പൂജ തുടങ്ങണമെന്ന് കരുതിയ നിമിഷത്തിൽ തന്നെയാണ് ബ്രഹ്മരക്ഷസിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. തന്റെ കണക്കുകൂട്ടലെല്ലാം പിഴയ്ക്കുകയാണോ? ഉദ്ദേശിക്കും പോലെ ശക്തിയുള്ള രക്ഷസല്ല ഇതെന്നാണ് ഇതുവരെ കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ലെന്നിപ്പോൾ ബോധ്യമാവുകയാണ്. ഇതുവരെ ആ ബ്രഹ്മരക്ഷസ് തന്നെ കബളിപ്പിക്കുകയായിരുന്നു. ഒളിച്ചുനിന്ന് തന്റെ നീക്കങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേന്ന് ബോധ്യമായിരിക്കുന്നു. രുദ്രൻ ആകപ്പാടെ അസ്വസ്ഥത തോന്നി. കുഞ്ഞനാച്ചനെ അടിമുടി വിയർക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ നീ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചില്ല കുഞ്ഞേന. പക്ഷേ ഇന്നിപ്പോൾ വിശ്വാസമായി. ആ തിരുമേനി മരിച്ചുവെന്ന് നിനക്ക് തീർച്ചയുണ്ടോ? അത് ചേട്ടനോട് ഞാൻ പറഞ്ഞുവല്ലോ. കുഞ്ഞനാച്ചൻ പരുങ്ങി. എന്തായാലും എനിക്കത്ര വിശ്വാസമാകുന്നില്ല. ആ തിരുമേനി മരിച്ചിട്ടില്ല. അയാൾ ചത്തുവെന്ന് കരുതി നീ കിണറ്റിൽ തള്ളിയിരിക്കും. എപ്പോഴേലും ബോധം വന്നപ്പോൾ അയാൾ പിടഞ്ഞെണീറ്റ് വലിഞ്ഞു കയറി രക്ഷപ്പെട്ട് കാണും. നിന്നെ ഭയപ്പെടുത്താൻ അയാൾ എവിടെയെങ്കിലും ഒളിഞ്ഞു കഴിയുന്നുണ്ടാകും. അല്ലെങ്കിൽ അയാളെ ഞാൻ വ്യക്തമായി കാണുന്നതെങ്ങനെ? കറിയാച്ചൻ നെറ്റിയിൽ കിനിഞ്ഞ വിയർപ്പ് തുള്ളികൾ വടിച്ചു കളഞ്ഞു. കുഞ്ഞനാച്ചനെ പൂർവാധികം വിറയ്ക്കാനും തുടങ്ങിയിരിക്കുന്നു. ഞാൻ നടന്നു വരുമ്പോ വഴിയിൽ എങ്ങനെ കാത്തു നൽകിയല്ലേ? ഒട്ടും സംശയം തോന്നില്ല. പരിചയഭാവത്തിൽ ചിരിച്ചുകൊണ്ട് അടുത്തു വന്നു. കുഞ്ഞനാച്ചന്റെ ചേട്ടനാണല്ലേ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചു കൊണ്ടാണ് അവിടം വരെ വന്നത്. എപ്പോഴോ ഒരു നിമിഷത്തിൽ ആ വയസ്സന്റെ ഭാവം മാറി. അയാളുടെ കണ്ണുകൾ തീക്കനൽ പോലെ തിളങ്ങിയിരുന്നു. നോക്കി നിൽക്കെ ഇരു കൈകളിലെയും നഖങ്ങൾ 4-5 മുഴം നീണ്ടു വളർന്നു വന്നു. ചിരിയുടെ ഇരുകോണുകളിലൂടെയും കൂർത്തു നീണ്ട ദംഷ്ട്രകൾ ഇറങ്ങി വന്നു. ആ കരങ്ങൾ എന്നെ പിന്നിൽ നിന്ന് വലയം ചെയ്തത് പെട്ടെന്നായിരുന്നു. ആ ദംഷ്ട്രകൾ എന്റെ കഴുത്തിലേക്ക് നീണ്ടു വന്നതേ ഞാൻ ഓർക്കുന്നുള്ളൂ. ഞാൻ ഉറക്കെ നിലവിളിച്ചിരിക്കണം. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. കറിയാച്ചൻ വല്ലാതെ കിതച്ചു. ആ ഭീകരരംഗം നൽകിയ കിടിലം ഇനി വിട്ടുമാറാൻ മടിക്കുകയാണ് ഹൃദയമെന്ന് തോന്നും. തിരുമേനി, ഞാൻ നിങ്ങൾ ഇതുവരെ വിശ്വസിച്ചിരുന്നില്ല. സത്യം പറയാലോ, എന്റെ അനുജനാണെന്ന് പറയുന്ന ഇവൻ പറയുന്നതും എനിക്ക് വിശ്വാസമായില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് എല്ലാം വിശ്വാസമായി. ഞാൻ കണ്ട തിരുമേനി യഥാർത്ഥത്തിൽ ജീവിച്ചിരിപ്പില്ലെങ്കിൽ അയാളെ ഇനി ഒരിക്കലും കാണാതിരിക്കാൻ എന്തെങ്കിലും അങ്ങ് ചെയ്യണം. ആത്മാർത്ഥമായി തന്നെയാണ് കറിയാച്ചൻ മനത് പറഞ്ഞത്. രുദ്രൻ തിരുമേനിയുടെ ചുണ്ടിലൊരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. ഒടുവിൽ ഒരെതിരാളിയെ കൂടി അനുകൂലിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ആ ഒരൊറ്റ നിമിഷത്തിൽ കറിയാച്ചനോട് തോന്നിയ എല്ലാ വൈരവും രുദ്രൻ മറക്കാനൊരുക്കമായിരുന്നു. പക്ഷെ അയാൾ പറഞ്ഞത് മറ്റൊന്നാണ്. വിശ്വാസവും അവിശ്വാസവും ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ് കറിയാച്ച. ഏതെങ്കിലും ഒന്നിൽ മാത്രം മനസ്സൂന്ന ആരും ആ ഒന്നിനു വേണ്ടി മാത്രം നിലകൊള്ളാനും പ്രവർത്തിക്കാനും ഓരോരുത്തർക്കും അവകാശമുണ്ട്. എന്നുവെച്ച് മറ്റൊരാളെ അയാളുടെ വിശ്വാസത്തിൽ നിന്ന് അകറ്റാനും അയാളുടെ വിശ്വാസങ്ങളെ പുച്ഛിക്കാനും മെനക്കെടരുത്. അങ്ങനെയുള്ളവരെ അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് മനസ്സിൽ വെച്ചേക്കണം. കുഞ്ഞനാച്ചനത് വിശ്വസിക്കാനുള്ള അവകാശവുമുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? രുദ്രൻ ഇരുവരെയും മാറി മാറി നോക്കി. ചേട്ടനും അനിയനും മുഖം കുനിച്ച് നിൽക്കുകയാണ്. കുഞ്ഞനാച്ചന് കുറെ സാമ്പത്തിക ബാധ്യത വരുത്തിക്കൊണ്ട് ഇവിടെ ഞാൻ പാർക്കുന്നതിൽ കറിയാച്ചന് എതിർപ്പല്ലായിരുന്നോ? പക്ഷേ അത് മനഃപൂർവ്വമായിരുന്നില്ല. കുഞ്ഞനാച്ചനെ രക്ഷിക്കാൻ ഒരു മാർഗമേ ഞാൻ നോക്കിയിട്ട് കണ്ടുള്ളൂ. പരമാവധി ഒരാഴ്ച കൊണ്ട് എല്ലാം പൂർത്തിയാക്കി മടക്കാമെന്ന് കരുതിയതാണ്. ഇന്ന് തന്നെ പൂജ ആരംഭിക്കാൻ തീരുമാനിച്ചത്. അത് പക്ഷെ കഴിഞ്ഞില്ലല്ലോ. ഇതുവരെ നീണ്ടുപോയതിന് കാരണവും ഇങ്ങനെ ഓരോ തടസ്സങ്ങളായിരുന്നുവെന്ന് വിശ്വസിക്കുക. തിരുമേനി പറഞ്ഞു നിർത്തി. കറിയാച്ചന്റെ നെറുകയിൽ പുണ്യാഹം തളിച്ച് സമാധാനപ്പെടുത്തി രുദ്രൻ വീട്ടിലേക്ക് അയച്ചു. കുഞ്ഞച്ചനോടൊപ്പം പൂജാമുറിയിൽ നിന്നിറങ്ങിപ്പോകുന്ന കറിയാച്ചനെ ഗൂഢമായൊരു മന്ദസ്മിതത്തോടെ തിരുമേനി നോക്കി നിന്നു. അന്ന് രാവേറെ ചെല്ലുവോളും കറിയാച്ചനും കുഞ്ഞനാച്ചനും സംസാരിച്ചു കൊണ്ടിരുന്നു. പാതിരാക്കോഴി കൂവുന്നത് കേട്ടുകൊണ്ടാണ് അവർ ഉറങ്ങുവാൻ കിടന്നത്. രാവിന്റെ ഒരു യാമം കൂടി കഴിഞ്ഞുപോയി. എവിടേക്കോ നായ്ക്കളുടെ ഓരിയിടൽ കേൾക്കാൻ തുടങ്ങി. ഒരു ചുഴലിക്കാറ്റ് കുഞ്ഞനാച്ചന്റെ പുരയിടത്തിലേക്ക് നീങ്ങി വന്നു. ഉറങ്ങിക്കിടങ്ങുന്ന കറിയാച്ചന്റെ മുറിവാതിൽക്കൽ ഒരു മുട്ട് കേട്ടു. ആരോ അയാളെ തുടരെ മുട്ടി വിളിക്കുകയാണ്. ടക് 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 ടക്. കറിയാച്ചൻ ഞെട്ടി ഉണർന്നു. വൈകി ഉറങ്ങിയത് കൊണ്ടാവാം കറിയാച്ചന്റെ മുറിവാതിൽക്കൽ ആരോ മുട്ടി വിളിക്കുന്ന ശബ്ദം കുഞ്ഞനാച്ചൻ എന്നല്ല,
വീട്ടിൽ ആരും കേട്ടില്ല. രുദ്രൻ തിരുമേനി അതിനുമൊക്കെ എത്രയോ മുമ്പേ ഉറങ്ങാൻ കിടന്നിരുന്നു. പൂജ മുടങ്ങിയെങ്കിലും തിരുമേനിക്ക് ഹൃദയം നിറയെ ആഹ്ലാദമുണ്ടായിരുന്നു. കറിയാച്ചനെയും തന്റെ വലുതിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതിലുള്ള ആഹ്ലാദം അറിയാതെയാണെങ്കിലും ബ്രഹ്മരക്ഷസിനോട് അയാൾക്ക് ആദരവ് തോന്നിപ്പോയി. ഇനിയെല്ലാം സുഗമമായി നടക്കും. അങ്ങനെ ഓരോന്നാലോചിച്ച് കിടന്ന് പതിലും നേരത്തെ രുദ്രൻ ഉറങ്ങി. കറിയാച്ചന്റെ മുറിവാതിക്കൽ വീണ്ടും ശബ്ദമുയർന്നു. കട്ടിലിന് താഴെ തഴപ്പാഴയിൽ ഭാര്യ കിടന്നുറങ്ങുന്നുണ്ട്. അവർ ആ ശബ്ദം കേൾക്കുകയുണ്ടായില്ല. കറിയാച്ചൻ അവരെ ഉണർത്തുകയും ചെയ്തില്ല. മുറിയിൽ ചിമ്മിനി വിളക്ക് കൊളുത്തി. കറിയാച്ചൻ ചെന്ന് വാതിൽ തുറന്നു. അത്ഭുതപ്പെട്ടുപോയി അയാൾ. വാതിൽക്കൽ രുദ്രൻ തിരുമേനി നിൽക്കുന്നു. കറിയാച്ചനെ കണ്ടപാടെ ശബ്ദിക്കരുത്, ഒരു കാര്യം പറയാനുണ്ട്, ഇറങ്ങി വരൂ എന്നയാൾ ആഗ്യം കാട്ടി. വിളക്ക് കയ്യിലെടുത്തു. വാതിൽ കടന്ന് കറിയാച്ചൻ പുറത്തേക്കിറങ്ങി. കറുത്ത പക്ഷമായിരുന്നിട്ടും മുറ്റത്തെല്ലാം മുല്ലപ്പൂ കൊഴിഞ്ഞു കിടക്കും പോലെ നിലാക്കതിരുകൾ ചിതറി വീഴുന്നത് എന്താണെന്നപ്പോൾ കറിയാച്ചൻ ചിന്തിച്ചില്ല. ഇരുട്ടിൽ നിന്നിട്ടും താൻ എങ്ങനെ രുദ്രൻ നമ്പൂതിരിയെ ഇത്രമേൽ വ്യക്തമായി കണ്ടുവെന്നും അപ്പോൾ അയാൾ ഓർത്തില്ല. ഏതോ ഒരു മാസ്മരിക ശക്തിക്ക് അടിപ്പെട്ടവനെ പോലെയായിരുന്നു കറിയാച്ചൻ അപ്പോൾ. തൊടികളിലെ വൃക്ഷശിഖരങ്ങളിൽ ചുഴലിക്കാറ്റ് താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. വെന്നിമലയുടെ താഴ്വാരങ്ങളിലെമ്പാടും നായ്ക്കളും ഓളിയിടുന്നത് അയാൾ കേട്ടില്ല. പേരറിയാത്ത ഏതൊക്കെയോ കാട്ടുപക്ഷികളുടെ പേടിപ്പെടുത്തുന്ന മുറുമ്മലുകൾ വനപ്രദേശങ്ങളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. ആ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളൊന്നും തന്നെ കറിയാച്ചന്റെ ശ്രവണേന്ദ്രിയങ്ങളിൽ വന്നു പതിച്ചില്ലെന്നാണ് നേര്. രുദ്രൻ തിരുമേനി പടിക്കലേക്ക് നടക്കുകയാണ്. യാന്ത്രികമായി കറിയാച്ചനും അയാൾക്ക് പിമ്പേ നടക്കുന്നു. അവർ ഏറെക്കുറെ തുല്യമായ ഒരകലത്തിൽ മുന്നിലും പിന്നിലുമായി പടികടന്നു. സ്വപ്നാടകനെ പോലെ കറിയാച്ചൻ തിരുമേനിയെ അനുഗമിക്കുകയാണ്. ഇടയ്ക്ക് ഒരു വട്ടം തിരിഞ്ഞു നിന്ന് രുദ്രൻ നമ്പൂതിരി പുഞ്ചിരിച്ചു. അത് വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ പുരയിടത്തിലേക്ക് കയറുന്നതിന് തൊട്ടു മുൻപായിരുന്നു. ഒട്ടും തെറ്റിദ്ധരിക്കാതെ കറിയാച്ചനും തിരുമേനിയെ പിന്തുടർന്ന് ആ പുരയിടത്തിലെത്തി. കുറ്റിക്കാടുകൾ വളർന്നു മുറ്റിയ പുരയിടത്തിൽ കാൽപെരുമാറ്റം ഉണർന്നപ്പോൾ പെരുച്ചാഴികൾ കുറുകലോടെ പാഞ്ഞു. അവയുടെ ചലനമുയർത്തിയ കരിയിലയുടെ കിരികിരാ ശബ്ദം കറിയാച്ചൻ കേൾക്കുന്നതേ ഉണ്ടായിരുന്നില്ല. രുദ്രൻ നമ്പൂതിരി നടക്കുക തന്നെയാണ്. വേലിപ്പടർപ്പുകൾ വകഞ്ഞുമാറ്റി മുൾപ്പടക്കുകൾ ഒതുക്കി ആ മണ്ണിൽ ചിരപരിചിതനെ പോലെ ഇല്ലാത്ത പാത തെളിച്ച് തിരുമേനി മുന്നേറി. കുറച്ചു ദൂരം കൂടി മുന്നോട്ടു പോയി. പെട്ടെന്ന് രുദ്രൻ തിരുമേനി നിന്നു. പിന്നെ തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചു. കറിയാച്ചൻ തൊട്ടടുത്തെത്തിയിരിക്കുന്നു. അവരപ്പോൾ ഒരു പൊട്ടക്കിണറിന്റെ വക്കത്തായിരുന്നു. ഒരിക്കൽ വിഷ്ണുനാരായണൻ നമ്പൂതിരിയെ കുഞ്ഞനാച്ചൻ കൊണ്ടുചെന്നിട്ട കിണറ്റുകരയിൽ. ഒന്നും ചോദിച്ചില്ല. രുദ്രൻ നമ്പൂതിരി ഒന്നും പറഞ്ഞില്ല. ചിരിച്ചുകൊണ്ട് കറിയാച്ചനെ തന്നെ നോക്കിക്കൊണ്ട് ഒറ്റ നില. കാണെ കാണെ ആ പുഞ്ചിരി മായുന്നതും മുഖത്തേക്ക് പക ഒരു അഗ്നിനാളം പോലെ ആളിക്കയറുന്നതും കറിയാച്ചൻ കണ്ടു. അപ്പോൾ ആ നിമിഷത്തിലാണ് കറിയാച്ചന്റെ പ്രജ്ഞ പ്രകാശം വീണത്. പകൽ വഴിയിൽ വെച്ച് നേരിട്ട ഒരു മുഖത്തിന്റെ ഓർമ്മ പൊടുന്നനെ വന്നതാകാം. അതേ നിമിഷം വിഹ്വലമായൊരു വിലാപത്തോടെ അവിടെ നിന്നോടാൻ അയാൾ ആയുകയും ചെയ്തു. കഴിഞ്ഞില്ല. പേടിപ്പെടുത്തുന്നൊരു ചിരിയോടെ രുദ്രന്റെ കൈകൾ നീണ്ടു. കൃത്യമായും കറിയാച്ചന്റെ കഴുത്തിൽ തന്നെ. വല്ലവിധനയെ ബന്ധപ്പെട്ട് കറിയാച്ചനൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ വീണ്ടും ഞെട്ടി. എവിടെ? രുദ്രൻ നമ്പൂതിരി എവിടെ? ആ സ്ഥലത്തപ്പോൾ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ രൂപമാണ് നിൽക്കുന്നത്. ബ്രഹ്മരക്ഷസ്. മുൻപ് വഴിയോരത്ത് വെച്ച് കണ്ട മുഖമേ ആയിരുന്നില്ല അപ്പോൾ അത്. രക്തം പോലും മുറിഞ്ഞു പോകുന്ന ഒരു പൈശാചിക രൂപം. കറിയാച്ചന്റെ തൊണ്ടയിൽ ഒരാർത്തനാദം കുടുങ്ങി. അടിമുടി തളർന്നു. കണ്ണുകളിൽ ഇരുട്ടി ചേക്കേറി. ഭ്രാന്തമായ പൊട്ടിച്ചിരിയുടെ കിടലം കൊള്ളിക്കുന്ന അലകൾ പുരയിടത്തിൽ വിറങ്ങലിച്ചു പടരുന്നു. ബ്രഹ്മരക്ഷസിന്റെ കൊലച്ചിരി. കറിയാച്ചന്റെ കഴുത്തിലമർന്ന രക്ഷസിന്റെ നഖം മാംസം തുളച്ച് ഏകകാലത്തിനുള്ളിലേക്ക് കയറിയത്. പിടലിഞ്ഞരമ്പുകൾ മുറിഞ്ഞു. രക്തം ചീറിത്തെറിച്ചു. നേരത്തെ നിലവിളി പോലും ഉയർത്താനാവാതെ കറിയാച്ചന്റെ ശരീരം നിശ്ചലമാവുകയാണ്. നായ്ക്കളുടെ ഓലിയിടയിൽ ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്നു. അപ്പോൾ കാറ്റിന്റെ ഉറഞ്ഞു തുള്ളൽ പ്രചണ്ഡ വേഗതയിലായിരുന്നു. കറിയാച്ചന്റെ ശരീരം നിശ്ചലമായ നിമിഷം തന്നെ വലിയൊരു പേമാരി നേർത്തു അവസാനിച്ചതുപോലെ പ്രകൃതിയുടെ എല്ലാ താണ്ഡവങ്ങളും ശാന്തമായി. ഇപ്പോൾ എല്ലാം നിശ്ചലം. ക്രൂരമായൊരു ചിരിയോടെ ബ്രഹ്മരക്ഷസ് കറിയാച്ചന്റെ ജഡം ഉയർത്തിയെടുത്ത് പൊട്ടക്കിണറ്റിലേക്കിട്ടു. അടുത്ത ക്ഷണം ആ രൂപം അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നതുപോലെ അപ്രത്യക്ഷമായി. ഉറക്കത്തിലാണ്ടി കിടക്കുകയായിരുന്ന രുദ്രൻ നമ്പൂതിരി ഞെട്ടി ഉണർന്നു. അഹിതമായ എന്തോ സ്വപ്നം അലോത്സരമുണ്ടാക്കി ഉണർത്തിയതുപോലെ.
ബ്രാഹ്മമുഹൂർത്തമായിട്ടില്ല. തിരുമേനിക്ക് എന്തോ സംശയം തോന്നി. ഇങ്ങനെ അപ്രതീക്ഷിതമായ ഉറക്കത്തിൽ നിന്നുണർന്നുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു ആപത്ശങ്കയുടെ സൂചന ഉണ്ടായിട്ടുണ്ട്. രുദ്രൻ തിരുമേനി പെട്ടെന്നോർത്തത് മാധവനെക്കുറിച്ചാണ്. അവൻ തനിക്കെതിരെ വല്ലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? കരയാച്ചനെ ഇന്നലെ ബ്രഹ്മരക്ഷസ് ആക്രമിച്ചതിന് പിന്നിലും മാധവനുണ്ടോ എന്നിപ്പോൾ സംശയമുണ്ട്. താൻ പൂജ തുടങ്ങുന്നത് അവൻ എങ്ങനെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും. നേരിട്ടെതിർക്കാതെ അവൻ അമ്മാവനെ കൂട്ടുപിടിച്ചു കാണും. ആലോചിച്ചപ്പോൾ അതിനാണ് കൂടുതൽ സാധ്യതയെന്ന് തോന്നി. മാധവനിപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കുമെന്നറിയാൻ ഒരു താല്പര്യം. പിന്നെ മടിച്ചില്ല. തിരുമേനി കാലും മുഖവും കഴുകി പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തി. മഷിവെറ്റിലെ തയ്യാറാക്കി വെച്ച മന്ത്രങ്ങൾ ചൊല്ലി ധ്യാനിച്ചു. വെറ്റിലയിൽ ഗുഹാമുഖം തെളിഞ്ഞു വരുന്നു. നിഴലിന് വ്യക്തത വ്യാപിച്ചപ്പോൾ രുദ്രൻ തിരുമേനി ഞെട്ടി. ഭയങ്കരൻ. മാധവൻ ഇപ്പോഴും ഉറങ്ങാതിരുന്ന് പൂജ ചെയ്യുന്നു. രുദ്രന് നേരിയൊരു ഉൾക്കിടലമുണ്ടായി. താൻ വിശ്രമിക്കുമ്പോഴും അവൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലതിനല്ലെന്ന് തീർച്ച. പൂജാ ഗുഹയിൽ മാധവനെ കൂടാതെ മറ്റൊരാൾ കൂടിയുണ്ടല്ലോ. ഓഹോ, പിഷാരടിയാണ്. രുദ്രന്റെ കണ്ണുകൾ തുറിച്ചു. തലമുടി എഴുന്നു. നെറ്റിയിൽ ചുളിവുകളുണ്ടായി. തന്റെ ആശ്രിതനെ പൂജാമുറിയിൽ വാരിയിട്ട് ചതച്ചവനാണ് മാധവൻ. തനിക്കാണെങ്കിൽ പിഷാരടിയെ ഗുഹയിൽ നിന്നെടുത്തെറിയാനേ കഴിഞ്ഞുള്ളൂ. അതിനർത്ഥമെന്താണ്? തന്നെക്കാൾ പ്രഗത്ഭൻ മാധവനാണെന്നല്ലേ? എന്തൊരപമാനമാണത്! രുദ്രൻ അടിമുടി വിറച്ചു. ഇന്ന് നേരം പുലരുന്നതിന് മുമ്പ് തന്നെ പിഷാരടിയെ കൊണ്ടൊരടിയേൽപ്പിക്കണം. ഏതെങ്കിലും ഒരു മൂർത്തിയെ അയാളുടെ പിന്നാലെ അയക്കണം. നാളെ ഈ ഭൂമുഖത്ത് പിഷാരടി ഉണ്ടാവരുത്. മാധവൻ സ്വയം ഒന്ന് ചിരിച്ചു. പിഷാരടി അത് ശ്രദ്ധിക്കുകയും ചെയ്തു. രുദ്രന്റെ മനസ്സ് പോലും വായിക്കാൻ മാധവൻ പ്രാപ്തനായിരിക്കുന്നോ? പിഷാരടി ഇനിയിപ്പം ശാരത്തേക്ക് പോണ്ട. നേരം വെളുത്തിട്ടാകാം യാത്ര. പിഷാരടിയെ ഒന്നും ചെയ്യാൻ രുദ്രന് കഴിയില്ലെങ്കിലും ഭയപ്പെടുത്താൻ കഴിയും. മരണസമാനമായൊരു ഭയപ്പെടുത്തലാണ് മരണത്തെക്കാൾ വേദനാജനകം. രുദ്രൻ അതിനൊരുങ്ങുന്നുണ്ട്. ചിരിച്ചുകൊണ്ടാണ് മാധവൻ പറഞ്ഞതെങ്കിലും പിഷാരടി ഭയന്നു വിറച്ചു. ഉത്കണ്ഠയോടെ മാധവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എന്തോ പറയാൻ ചുണ്ടുകൾ വിതുമ്പി. ഭയപ്പെടേണ്ട പിഷാരടി. ഇനി നമുക്കെതിരെ കുഞ്ഞനാച്ചന്റെ വീട്ടിലിരുന്ന് അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് താമരയിലേൽ വീഴുന്ന ജലഗണം പോലെയാകുകയും ചെയ്യും. അതിനേറ്റവും വലിയ ഉദാഹരണമാണ് നാം തൊട്ടു മുമ്പ് കണ്ടത്. ഉറങ്ങിക്കിടന്ന കറിയാച്ചനെ ബ്രഹ്മരക്ഷസ് വിളിച്ചു കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് രുദ്രൻ അറിഞ്ഞില്ലല്ലോ. അന്നേരം രുദ്രന്റെ പ്രാഗൽഭ്യം എവിടെയായിരുന്നു? സമയം കഴിഞ്ഞാണ് അയാൾ ഉണർന്നത് പോലും. ഇനി എല്ലാ കാര്യവും ഇങ്ങനെ തന്നെയാവും. യഥാർത്ഥ സമയം കഴിഞ്ഞ രുദ്രന് പ്രവർത്തിക്കാൻ തോന്നും. മാധവൻ നിഷ്കളങ്കമായി ചിരിച്ചു. പിഷാരടിക്ക് ആശ്വാസം തോന്നി. അമ്മാവനെ ചതവിൽ കൊന്നിട്ട് ആ ആത്മാവിന് പോലും മോക്ഷം നൽകാതിരിക്കാനുള്ള പ്രവർത്തനത്തിനല്ലേ കുഞ്ഞനാച്ചൻ ഒരുങ്ങുന്നത്? അയാളെ കൊണ്ടതിന് കഴിയില്ല. അയാൾ മാത്രമല്ല, അയാൾക്ക് രക്തബന്ധമുള്ള ഒരൊറ്റ വ്യക്തിയും ഒരു നല്ല ജീവിതം തുടരില്ല. എത്ര പാരമ്പര്യമുണ്ടായാലും അവരൊക്കെയും അനുഭവിക്കും. ഇനി എന്റെ ദിവസങ്ങൾ മുഴുവൻ പൂജയ്ക്കുള്ളതാണ്. അമ്മാവന് ഞാൻ മോക്ഷം നൽകും. പക്ഷേ അതിനു മുമ്പ്. മാധവനൊന്ന് നിർത്തി. എന്തോ സംശയം തോന്നി അയാൾ ഗുഹയ്ക്ക് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി. ആ നിമിഷം മാധവൻ ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. ഗുഹയ്ക്ക് പുറത്ത്. ഈശ്വര, ഇതെങ്ങനെ?